ഹലോ നമസ്കാരം. സൈലം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിനെ നമ്മുടെ കേന്ദ്ര സർക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റിയെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു പുതിയ ഒരു ബില്ലൊക്കെ നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയ ബില്ലുമായി ബന്ധപ്പെട്ടും നമുക്ക് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2005 അന്നത്തെ നമ്മുടെ കേന്ദ്ര സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ലൈവ്ലിഹുഡ് മിഷൻ പദ്ധതി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പദ്ധതിനെ വിളിക്കാം. പിന്നീടാണ് നമുക്ക് അതിനകത്തേക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരൂർ നമ്മൾ ചേർത്തിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പേര് നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മൾ VBG റാംജി ബില്ല് എന്നുള്ളൊരു ബില്ല് നമ്മൾ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. VBG റാംജി എന്നാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ബില്ല് എന്ത് ചെയ്തു, 2025 ഇന്നലെ എന്ത് ചെയ്തു, നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ അദ്ദേഹം നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഈ VBG റാംജി എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 2047 എന്നുള്ളൊരു വികസന പദ്ധതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വികസിത് ഭാരത് മിഷനൊക്കെ എന്ത് ചെയ്തു, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഈ VBG റാംജി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ VBG റാംജി എന്നതിന്റെ എക്സ്പാൻഷനൂടെ നമുക്ക് നോക്കാം. VBG റാംജിയിൽ V എന്ന് പറയുമ്പോൾ അത് വികസിതാണ്, വികസിത് ആണ്. B എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാരതാണ്, വികസിത് ഭാരതാണ്. ഓക്കെ, G എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആണ്, G എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആണ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്ഗാർ എന്നാണ്. A എന്ന് വെച്ച് കഴിഞ്ഞാൽ ആജീവിക എന്നാണ്. പിന്നെ M എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷനാണ്. അടുത്ത G എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീൺ എന്നാണ് അടുത്ത ജിയുടെ എന്താണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ VBG റാംജിയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു. പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ ആജീവിക മിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പേര് മാറ്റുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അലവ് ചെയ്തിരുന്നത്, നൽകിയിരുന്നത്. ഓക്കെ, പക്ഷേ നമ്മളെ പേര് മാറി നമ്മൾ പുതിയ ബില്ലിനകത്തൊക്കെ അവതരിപ്പിച്ചപ്പോൾ പുതിയ നമ്മുടെ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ അവിടെ 100 ദിവസങ്ങൾക്ക് പകരം 125 ദിവസങ്ങളുടെ തൊഴിലാണ് എന്ത് ചെയ്യുന്നത്, ഉറപ്പ് നൽകുക. 125 ദിവസങ്ങളുടെ തൊഴിലാണ് ഉറപ്പ് നൽകുക. അധികമായിട്ട് 25 ദിവസ തൊഴിൽ ദിനങ്ങൾ എന്ത് ചെയ്യാണ്, ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ലഭിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു 50 ദിവസത്തെ തൊഴിലിന്റെ കാര്യം കൂടെ നമ്മൾ എന്ത് പറയുന്നുണ്ടായിരുന്നു. ഈ 50 ദിവസത്തെ തൊഴിൽ നമ്മൾ നൽകിയിരുന്നത് എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ST മേഖലയിൽ ST ഫോറസ്റ്റ് ഹൗസ് ഹോൾഡ് മേഖലകളിലും അതേപോലെ തന്നെ ഈ പറയുന്ന എന്തെങ്കിലും ഡ്രൗട്ട് വരൾച്ച അല്ലെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടക്കുന്ന മേഖലയിൽ ഒരു 50 ദിവസത്തെ ഒരു അധിക തൊഴിൽ ദിനം കൂടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 50 ദിവസത്തെ അധിക തൊഴിൽ ദിനം നമ്മൾ എവിടെ പറയുന്നില്ല, നമ്മുടെ VBG റാംജി ബില്ലിനകത്ത് എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. അതൊരു കാര്യമാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വേതനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് ഈ പറയുന്നത്, ശമ്പളം നമുക്ക് ലഭിക്കണമല്ലോ. ആ വേതനവുമായി ബന്ധപ്പെട്ടത് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 15 ദിവസത്തിനുള്ളിൽ വേതനം അനുവദിക്കുമെന്നുള്ളതായിരുന്നു പറഞ്ഞത്. 15 ദിവസത്തിന് വേതനം അനുവദിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും കാരണവശാൽ 15 ദിവസത്തിനുള്ളിൽ വേതനം അനുവദിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലവൻസുകൾ അല്ലെങ്കിൽ കോമ്പൻസേഷനും മറ്റും നൽകും എന്നുള്ള കാര്യവും എന്ത് ചെയ്യുന്നു പറയുന്നുണ്ടായിരുന്നു. അല്ലെ, ഓരോ ദിവസവും 0.005% പെർ ഡേ എന്ന നിരക്കിൽ എന്ത് ചെയ്യും, കോമ്പൻസേഷനും മറ്റും അനുവദിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പുതിയ ബില്ലിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുത്തെ മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ 15 ദിവസമായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരാഴ്ചയ്ക്കുള്ളിൽ തൊഴിൽ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ വേതനം അനുവദിക്കും.
പരമാവധി 15 ദിവസം വരെ, പരമാവധി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, വേതനം അനുവദിക്കും. അപ്പൊ 7 ദിവസം തൊഴിൽ എന്നാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, അന്നു മുതൽ 7 ദിവസം അല്ലെങ്കിൽ പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം അനുവദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ ഈ ഒരു സമയപരിധി പാലിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നതിന് കൂട്ട് തന്നെ നമുക്ക് ഇവർ കോമ്പൻസേഷനുകളോ അലവൻസുകളോ മറ്റും അനുവദിക്കുമെന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ പുതിയ VBG റാംജി ബില്ല് നമ്മുടെ 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് പൂർണ്ണമായും അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് നമുക്ക് വരുന്നതാണ് അല്ലെ. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ഉപജീവന ദൗത്യം നടപ്പിലാക്കുക, ലക്ഷ്യമാക്കുക എന്നതാണ് നമ്മുടെ ഈ VBG റാംജിയുടെ എന്തെന്ന് പറയുന്നത്, ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിയമപരമായിട്ടുള്ള ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു പുതിയ ബില്ലിലൂടെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നയപരമായ പ്രാധാന്യം എന്താണ്, നമ്മുടെ ഈ ഒരു ബില്ലിന് നയപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, നമുക്ക് ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഈ പറയുന്ന ഗ്രാമീണ മേഖലയിൽ തൊഴിൽ അല്ലെങ്കിൽ ഉപജീവനം എന്നുള്ളത് ഒരു മിഷൻ മോഡിലേക്ക് എന്ത് ചെയ്യാണ്, മാറുകയാണ്. ഒരു മിഷൻ മോഡിലേക്ക് മാറുന്നു. അതൊരു നയപരമായിട്ടുള്ള ഒരു മാറ്റമാണ്. രണ്ടാമതായി തൊഴിലുറപ്പിനൊപ്പം ഉപജീവനത്തിനും എന്ത് ചെയ്യുന്നു, ഊന്നൽ നൽകുന്നു. അതായത് നമുക്ക് തൊഴിൽ ചെയ്തോടെ ആൾക്കാർ തൊഴിൽ ചെയ്യുന്നു, ആ തൊഴിൽ ചെയ്യുന്നതിനൊപ്പം അവർക്ക് ഉപജീവന മാർഗം ലൈവ്ലിഹുഡിനോട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു എന്താണ് നമ്മുടെ പ്രധാനപരമായിട്ടുള്ള നയപരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഗ്രാമീണ ദാരിദ്ര്യ നിവാരണത്തിന് വേണ്ടിയിട്ട് പുതിയൊരു സമീപനം എന്ന രീതിയിലും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി എന്ത് ചെയ്ത് അവതരിപ്പിക്കുന്നത്. മാറ്റം നമ്മൾ ഒന്ന് പറഞ്ഞു, 100 ദിവസമായിരുന്നു മഹാത്മാഗാന്ധിയിൽ. VBG റാംജിയിലേക്ക് വന്നപ്പോൾ നമ്മൾ അത് എത്ര വരുന്നു, 125 ദിവസത്തേക്ക് വരുന്നു. ഓരോ ഗ്രാമീണ കുടുംബത്തിനും പ്രതിവർഷം നിയമപരമായ തൊഴിലുറപ്പ് എന്ത് ചെയ്യാണ്, നമ്മൾ വർദ്ധിപ്പിച്ച് നിയമപരമായിട്ട് തന്നെ അത് എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വേതന സമയക്രമത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ജോലി ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ എന്ത് ചെയ്യും, വേതനം നൽകുന്നതായിരിക്കും. വൈകുകയാണ് എന്നുണ്ടെങ്കിൽ അലവൻസുകളും മറ്റും നൽകുന്നതായിരിക്കും. 0.005% പെർ ഡേ എന്ന നിലക്കിൽ അലവൻസുകളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യും, നൽകുന്നത് ആയിരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ഉണ്ടായിരുന്നതാണ്. അത് അതേപോലെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങോട്ട് പിന്തുടർന്ന് വരുന്നു എന്നുള്ളതാണല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നേരത്തെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പലരും ട്രോളായിട്ടൊക്കെ എന്താണ് ഫോട്ടോസും മറ്റുമൊക്കെ എടുത്തൊക്കെ നമ്മൾ എന്താണ് പലരും ഒരുപക്ഷെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഒരു 10 പേര് നിന്നിട്ട് തെങ്ങിന്റെ തടത്തിന്റെ കീഴ് തെങ്ങിന്റെ കീഴിൽ നിന്ന് തെങ്ങിന് തടം എടുക്കുന്നു, അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ പോസ്റ്റ് ചെയ്ത് ട്രോളുകളാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ഉണ്ടായിരുന്നു, ആൾക്കാർ ചെന്നൊരു തൊഴിൽ ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് തൊഴിൽ നൽകുന്നു എന്നുള്ളതായിരുന്നു ഒരിത്. അവർക്ക് വേതനം ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു അവിടെ എന്ത് സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വേതനം ലഭ്യമാക്കുക. പക്ഷേ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന പുതിയൊരു ബില്ലിലേക്ക് നമ്മൾ വരുമ്പോൾ അങ്ങനെ നമുക്ക് ഇതേപോലെ തെങ്ങിന് തടത്തിനൊക്കെ എന്താണ് പോയി തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ കുളങ്ങൾ എന്താണ് ഈ പറഞ്ഞ എന്താണ് കുളം കുത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ ഈ പറയുന്ന റോഡിന്റെ കുഴികൾ മൂടുക എന്നുള്ളതോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇവിടെ നമുക്കെന്ന് പറയുന്നത് ഒരു 4 കാറ്റഗറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറയുന്ന തൊഴിലിനെ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പുതിയ ബില്ലിനകത്ത് 4 കാറ്റഗറിയിലായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ തൊഴിലിനെ എന്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 കാറ്റഗറിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, തൊഴിൽ ലഭ്യമാക്കുക നമ്മുടെ പുതിയ ബില്ലനുസരിച്ച്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, കുളങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, വാട്ടർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഒരു ജോലി എന്ന് പറയുന്നത്, ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആശുപത്രി നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ കാര്യങ്ങളാണ്. അതൊരു കാറ്റഗറി ജോലിയിലേക്ക് എന്ത് ചെയ്യുന്നു വരുന്നു. മൂന്നാമതായി നമ്മൾ വരുന്നത് ഉപജീവന അടിസ്ഥാന തൊഴിൽ സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു കൊണ്ടുവരികയാണ്. ഗ്രാമീണ മേഖലയിൽ നമുക്ക് ഈ പറയുന്നതിനോട്ട് എന്താണ് മാർക്കറ്റുകൾ കൊണ്ടുവരുന്നു, കച്ചവട സ്ഥലങ്ങൾ കൊണ്ടുവരും, അങ്ങനെ ഉപജീവനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ ഒരു ജോലി എന്ന് പറയുന്നത്. നാലാമത്തെ ജോലി എന്ന് പറയുന്നത് ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പുതിയ നമ്മുടെ ബില്ലിനകത്ത് ജോലികളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അല്ല നേരത്തെ ഉള്ളതിൻ്റെ കൂട്ട് നമ്മൾ പല രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള ജോലിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തു പോകാനായിട്ട് നമുക്ക്
നമുക്ക് സാധിക്കുന്നതല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രാമീണ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, ഉപജീവന അടിസ്ഥാന സൗകര്യം, ദുരന്ത പ്രതിരോധം, നോക്ക് ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശാരീരികമായിട്ട് അധ്വാനിക്കേണ്ടതായിട്ടുള്ള ഒരു ജോലി കാര്യങ്ങൾ കൂടെയാണ്. അതുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്ത് വെക്കണം അല്ലേ. അപ്പൊ നോക്ക്, നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, ഇനി ഈ പറയുന്ന പുതിയ ബില്ല് അനുസരിച്ച് ജോലികളും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുക, ലഭിക്കുക അല്ലേ. ഈ പറഞ്ഞ റോഡ് പണിയാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ആൾക്കാർ വേണം. ഇപ്പം നേരത്തെ കൂട്ട് നമുക്ക് എത്ര പ്രായമുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചെന്ന് ജോലി ആവശ്യപ്പെടുകയാണെങ്കിൽ ലഭിക്കുന്ന ഒരു പ്രവണതയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അന്ത്യത്തിൽ അങ്ങനെ നടക്കത്തില്ല. അതൊക്കെ അങ്ങനെ ചെല്ലുകയാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഘടകമായിട്ട് എന്ത് ചെയ്യും, മാറുന്നത് ആയിരിക്കും അല്ലെ. ഈ വർഗീകരണത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വേതനാധിഷ്ഠിത തൊഴിൽ മാത്രം എന്ന നിലയിൽ നിന്ന് മാറി ജോലികളെ കൂടുതൽ തന്ത്രപരവും വികസനോന്മുഖമാക്കുക എന്നതായിരുന്നു. നേരത്തെ നമ്മൾ ചെന്ന് ജോലി ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ജോലി തരുന്നു, തൊഴിൽ തരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെയല്ല. കുറച്ചുകൂടെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ചുകൂടെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തൊഴിൽ സാധ്യതകളും മറ്റും സൃഷ്ടിച്ചെടുക്കുക, വേതനം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രധാനമായിട്ട് ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്കിവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമുക്ക് നോക്കിയേ, ഈ കൃഷിയുടെയൊക്കെ സമയത്ത് അല്ലേ, നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലാണെങ്കിലും കൃഷി ഇപ്പൊ വിളവെടുക്കുന്നതാണെങ്കിലും ശരി, അതേപോലെ തന്നെ വിളവ് നമ്മൾ നടുന്നതാണല്ലേ അല്ലെ, വിത്ത് പാകുന്ന സമയത്തൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഒരുപാട് തൊഴിലാളികളുടെ ആവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ട് നമുക്ക് വരാറുണ്ട് അല്ലെ. ഈ ഒരു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് ഇങ്ങനെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു പോസ് നൽകുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൃഷികാലങ്ങളോടനുബന്ധിച്ച് ഒരു സമയക്രമത്തിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉച്ച കൃഷികാലങ്ങളിൽ, അതായത് വിത്ത് പാകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വിളവെടുക്കുന്ന സമയത്താണെങ്കിലും ജോലികൾ ക്രമീകരിക്കാൻ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു 60 ദിവസം വരെ ജോലിയിൽ ഒരു പോസ് അനുവദിക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മുടെ എവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന പുതിയ ബില്ലിനകത്ത് പറയുന്നുണ്ട്. അതായത് കൃഷി ഇറക്കുന്ന സമയത്താണെങ്കിലും വിളവെടുക്കുന്ന സമയത്താണെങ്കിലും ഒരുപാട് തൊഴിലാളികളുടെ സേവനം എന്ത് ചെയ്യും, ആവശ്യമായിട്ട് അവിടെ വരുന്നതാണ് അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 60 ദിവസം വരെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു സ്റ്റോപ്പ്, ഒരു പോസ് അനുവദിക്കുന്ന രീതിയിൽ നമ്മൾ എവിടെ പറയുന്നു, നമ്മുടെ പുതിയ ബില്ലിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്ന് പറയുന്നത്, കൃഷികാലങ്ങളിൽ ഗ്രാമീണ തൊഴിലാളികളുടെ ആവശ്യം കർഷകർക്ക് കൂടുതലാണ് എന്ന വസ്തുതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മുടെ ഈ ഒരു പുതിയ ബില്ലിലൂടെ എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്തത് സുതാര്യത ഉറപ്പാക്കാനുള്ള മാർഗങ്ങളും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പുതിയ ബില്ലിനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടപ്പാക്കലിലെ സുതാര്യത എന്ത് ചെയ്യുന്നു, ഉറപ്പാക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോമെട്രിക് ആയിട്ടുള്ള ഹാജർ സംവിധാനങ്ങൾ വരുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ജോലി സ്ഥലങ്ങളിൽ ജിയോ ടാഗിങ് മറ്റു കാര്യങ്ങളും വരുന്നുണ്ട്. ജിയോ ടാഗിങ് അല്ലെ, ബയോമെട്രിക് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അറ്റൻഡൻസ് മറ്റു കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു. എവിടെയാണ് ജോലി ചെയ്യുന്നത്, ജോലി എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ജിയോ ടാഗിങ് മറ്റു കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കൂട്ട് തന്നെ ആധാർ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റും ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, അവർക്ക് ബാങ്കിൽ ചെന്നോട്ട് അല്ലെങ്കിൽ ATM വഴിയൊക്കെ എന്ത് ചെയ്യാണ്, പിൻവലിക്കാവുന്നതും ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിന്റെ ഒരു കോസ്റ്റ് ഷെയറിങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം അല്ലെ. നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിരുന്നു. 100% അതിന്റെ ഫണ്ടിങ് വരുന്നത് എവിടെ നിന്നായിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നായിരുന്നു വരുന്നത്. അതിന് എക്സ്ട്രാ ആയിട്ട് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റുകളൊക്കെ ആയിരുന്നു നമ്മുടെ സംസ്ഥാനം എന്ത് ചെയ്യുന്നത്, വഹിച്ചുകൊണ്ടത്. ആ സംസ്ഥാനത്തിന്റെ മേലും ഒരു വലിയൊരു സാമ്പത്തികമായിട്ടുള്ളൊരു ബർഡൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ലായിരുന്നു അല്ലെ. ഇപ്പൊ അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റുകൾ മാത്രം, ഈ പറയുന്ന എക്സ്ട്രാ മെറ്റീരിയൽ കോസ്റ്റുകൾ, അതും ഒരു 75-25 റേഷ്യോയിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. ബാക്കിയുള്ള വേതനവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ 100% എവിടെ നിന്നായിരുന്നു, കേന്ദ്ര സർക്കാരിൽ നിന്നായിരുന്നു വരുന്നിരുന്നത്. അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ അതിലാണെങ്കിലും ഈ പറഞ്ഞ 75:25 എന്ന റേഷ്യോയിലായിരുന്നു വരുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും അല്ലെ. പക്ഷെ നമ്മൾ പുതിയ ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റ് ഷെയറിങ്ങിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഡിമാർക്കേഷൻ എന്ത് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു 60:40 എന്ന റേഷ്യോയിലേക്ക് എന്ത് ചെയ്തു മാറ്റിയിട്ടുണ്ട്. 60% കേന്ദ്ര സർക്കാരും 40% ആരും
വഹിക്കണം? സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും 60% കേന്ദ്ര സർക്കാരും 40% ആരും വഹിക്കണം? സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അധികമായിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേലെ ഒരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ബർഡൻ നമ്മൾ ഈ ഒരു പുതിയ ബില്ലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതേസമയം വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണ് എന്നുള്ള 90% കേന്ദ്രവും 10% ആരുമായിരുന്നു? സംസ്ഥാനങ്ങളായിരുന്നു വഹിച്ചിരുന്നത്. ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% ആര് തന്നെയായിരിക്കും? ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും വഹിക്കുക. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല? സാമ്പത്തികമായിട്ടൊന്നും നൽകേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് വരികയാണെങ്കിൽ വേതന ചെലവിന്റെ ഭൂരിഭാഗം അത് 100% കേന്ദ്ര സർക്കാരാണ് വഹിച്ചിരുന്നത്. പുതിയ ബില്ലിൽ ആ പ്രത്യേക മാറ്റം വരുത്തപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? ധനഭാരം എന്ത് ചെയ്യുന്നുണ്ട്? വരികയും ചെയ്യുമെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് വന്നൊരു ആർട്ടിക്കിളാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ഈ പറയുന്ന 90-10 എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? നമുക്ക് ആ ഒരു കോസ്റ്റ് ഷെയറിംഗ് കൂടെ ഉൾക്കൊള്ളിക്കുമ്പോൾ അല്ലെ, കോസ്റ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് വന്ന കോസ്റ്റ് ഷെയറിംഗ് ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും അല്ലെ മെറ്റീരിയൽ കോസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ 90:10 എന്നായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പുതിയ നമ്മൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ 60% കേന്ദ്രവും 40% ആരുമാണ് നൽകുന്നത്? നമ്മൾ ഈ പറയുന്ന സംസ്ഥാനങ്ങളും നൽകേണ്ടതായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റം നമുക്ക് വരുന്നത് ഇതിനകത്തൊരു മാനേജിങ് അതോറിറ്റി വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് നേരത്തെ നമുക്ക് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരുന്നത് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ആയിരുന്നു നടപ്പിലാക്കിയിരുന്നത്. നമ്മുടെ പുതിയ ബില്ലിനകത്ത് നമുക്ക് പുതിയൊരു കൗൺസിലിനെ കുറിച്ചുള്ള കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ സെൻട്രൽ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സെൻട്രൽ ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൗൺസിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും എന്താണ്? പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അതേപോലെ തന്നെ നമുക്ക് നേരത്തെയാണ് എന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? തൊഴിൽ അനുവദിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യും? നമ്മൾ ജോലി അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ പുതുതായിട്ട് വന്നപ്പോൾ ഈ ഡിമാൻഡിനനുസരിച്ചല്ല, നമുക്ക് എന്താണോ ആവശ്യം സപ്ലൈക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജോലി മറ്റ് കാര്യങ്ങൾ നമ്മൾ അനുവദിക്കുക. നമ്മൾ നോർമലായിട്ടുള്ള അലക്കേഷൻസും മറ്റ് കാര്യങ്ങളുമെല്ലാം സെൻട്രൽ ഗവൺമെന്റിൽ നിന്നായിരിക്കും നമുക്ക് വരിക. എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ആര് നോക്കണം? സംസ്ഥാനങ്ങൾ നോക്കണം എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ ഈ പറയുന്ന ആ ഒരു ജോലിയുടെ ആ ഒരു ഫിക്സേഷനിലും വേതനത്തിന് ഇതിനകത്തൊക്കെ ആര് കൈകടത്തൽ കൊണ്ടുവരികയാണ്? കേന്ദ്രം ഒരു കൈകടത്തൽ എന്ത് ചെയ്യാണ്? കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലേ. ആ ഒരു ഡിമാൻഡ് ഡ്രിവനിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു അലൊക്കേഷൻ ഡ്രിവൻ അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ ഡ്രിവൻ അതിലേക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ മാറിപ്പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാൻ, ആ ചോദ്യം നിങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് ജോബ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ജോബ് കാർഡിനകത്ത് നമുക്ക് ഈ പറയുന്ന പുതിയ VBG റാംജി ബില്ലിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാര്യമായിട്ടൊരു മാറ്റം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ജോബ് കാർഡിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് VBG റാംജി ബില്ലിനകത്ത് ഒരു മാറ്റം പറയുന്നുണ്ട്. അപ്പോൾ ഈ ജോബ് കാർഡിനകത്തുള്ള മാറ്റം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ബില്ല് പാർലമെന്റിൽ നമ്മൾ കൃഷി വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചു. ഇത് പാർലമെന്റ് സെലക്ട് കമ്മിറ്റിയിലേക്ക് മറ്റും അത് വിട്ടിരിക്കുകയാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷം മറ്റും എന്ത് ചെയ്യും? തീരുമാനങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.